ഗൾഫിലെ കൃഷിയെക്കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും നമ്മുടെ മനസ്സിൽ വരിക ഈത്തപ്പഴമാണ്. പക്ഷേ സ്ട്രോബെറിയും ഗൾഫിലെ മണ്ണിൽ നന്നായി വിളയും. ഒമാനിലെ ബർക്കയിൽ ഒരു രസക്കാരൻ അത് നന്നായി തെളിയിക്കുകയാണ്. ഒരു കാലത്ത് ഫലസ്തീനിൽ സ്ട്രോബെറി കൃഷി നടത്തിയിരുന്ന ഇദ്ദേഹം ഇപ്പോൾ ഒമാനിലാണ് തൻ്റെ കൃഷിക്ക് പുതിയ ഇടം കണ്ടെത്തുന്നത്. ശൈത്യകാല മാസങ്ങളിൽ ഒമാനിലെ തണുത്ത കാറ്റ് ഏറെ മനോഹരമാണ്. ഗ്രാമപ്രദേശങ്ങൾ പച്ചപ്പിലേക്ക് മാറിത്തുടങ്ങിയിട്ടുണ്ടാവും. പ്രാദേശിക കൃഷികളിലെ പലതിൻ്റെയും വിളവെടുപ്പ് നടക്കുന്ന സമയം. ബർക്കയിൽ നിന്ന് ഇപ്പോൾ പഴുത്ത സ്ട്രോബെറിയുടെ ഗന്ധം ഉയരുന്നുണ്ട്. ചെറിയ കുട്ടകളുമായി കുട്ടികളും മുതിർന്നവരും സ്ട്രോബെറി വിളവെടുക്കുന്നു. നിറയെ കായ്ച്ചു നിൽക്കുന്ന സ്ട്രോബെറി ഗാർഡൻ സ്വദേശികളുടെയും പ്രവാസികളുടെയും ഇഷ്ടയിടമായി മാറിയിട്ടുണ്ട്. ആയിരക്കണക്കിന് സ്ട്രോബെറി ചെടികൾ. ഞാനിപ്പോൾ ഉള്ളത് ബർക്കയിലെ സ്ട്രോബെറി ഫാമിലാണ്. ഈ സ്ട്രോബെറി ഫാമിന് ഗസയുമായും ഫലസ്തീനുമായും ഒരു ബന്ധമുണ്ട്. ആ കഥയാണ് ഇനി പറയുന്നത്. അധിനിവേശം സൃഷ്ടിച്ച കെടുതികളിൽ നിന്ന്, ആ നിലവിളികളിൽ നിന്ന് ഓടിയെത്തിയ ഫാരിസ് മർവാനും കുടുംബവും ഒമാനിലെ മണ്ണിൽ തീർത്ത സ്ട്രോബെറി വിപ്ലവം കൂടിയാണിത്. ചുവന്നു തൊടുത്തു നിൽക്കുന്ന ഓരോ സ്ട്രോബെറി പഴങ്ങളും വരാനിരിക്കുന്ന സമാധാന കാലത്തിൻ്റെ പ്രതീക്ഷ കൂടിയാണ്. യുദ്ധത്തിലെല്ലാം നഷ്ടപ്പെട്ടപ്പോഴും ഒമാൻ്റെ മണ്ണിൽ നടത്തിയ പരീക്ഷണം പൂർണ്ണ വിജയം നേടിയ സന്തോഷത്തിലാണ് ഈ കുടുംബം. أنا اسمي فارس مروان من فلسطين من مدينة غزة. أنا بدأت هذا المشروع كان حجر الأساس في 7/1/2025. تمام. إحنا فاتحين كل اثنين وجمعة حالياً كافتتاح تجريبي لقطف الفراولة، وإن شاء الله خلال أسبوعين حيكون الافتتاح الكبير والرسمي، حيكون المقهى جاهز وجميع أقسام الستروبري جاردن حتكون جاهزة تستقبل الزباين كل يوم. ഗസയുടെ വടക്ക് കിഴക്കൻ പ്രദേശമായ ബെയ്ത്ത് ലാഹിയയിലായിരുന്നു ഫാരിസിൻ്റെ കുടുംബത്തിന് സ്ട്രോബെറി പാടം ഉണ്ടായിരുന്നത്. യുദ്ധത്തിന് മുമ്പ് ജോർദാനിലേക്കും യൂറോപ്പിലേക്കും കയറ്റുമതി ഉണ്ടായിരുന്ന വലിയ പാടം. എന്നാൽ യുദ്ധത്തിലെല്ലാം നഷ്ടമായി. ആ സുന്ദരമായ സ്ട്രോബെറി കാലത്തിൻ്റെ ഓർമ്മകളിൽ നിന്നാണ് ഒമാനിലെ ബർക്കയിൽ അവർ ഒരിക്കൽ കൂടി കൃഷി ഇറക്കിയത്. ഈജിപ്തിൽ നിന്ന് എത്തിച്ച 80,000 തൈകളാണ് 2 ഏക്കറിലായി കൃഷി ഇറക്കിയത്. ഗ്രീൻ ഷെയ്ഡ് നെറ്റുകളും കടൽപ്പായലും ഉപയോഗിച്ച് ചെടികളെ സംരക്ഷിച്ചു. 1/10 തിരിച്ചു തരുന്ന സുൽത്താനിൻ്റെ മണ്ണ് ഗംഭീര വിളവ് നൽകി. പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ വിളവ്. ഫാരിസിൻ്റെ മുഖത്ത് ആ സന്തോഷവും കാണാം. It's an amazing experience as the season is also going of strawberries and all. So basically it's to teach the children also where we can plug it, and the environment is also very good here around. So you can see the child is also happy and they can also find such an amazing place in Oman. So you can come visit with your friends, families and everyone. So yeah. ഒരു വർഷമായി ബർക്കയിൽ ഗാർഡൻ ഉണ്ട്. എന്നാൽ ഇനി പുതിയ രീതിയിലേക്ക് ഗാർഡൻ വികസിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഫാരിസ്. പരമ്പരാഗത ഫാമുകളിൽ നിന്ന് വ്യത്യസ്തമായി കൃഷിയെ ഒരു സാമൂഹിക പരിപാടിയായും വിളവെടുപ്പിനെ ആഘോഷമാക്കി മാറ്റുകയും ചെയ്യുന്ന ഒരു ഫാം. അതായത് കൃഷിയെ കുടുംബ വിനോദവുമായും പ്രകൃതിയുമായും സമന്വയിപ്പിക്കുന്ന ഒരു സവിശേഷ ഇടമാക്കി മാറ്റാനൊരുങ്ങുകയാണ്. പ്രത്യേക ഹരിതഗൃഹങ്ങൾ, കഫേകൾ, കുടുംബ ക്യാബിനുകൾ, കുട്ടികൾക്കുള്ള കളിസ്ഥലങ്ങൾ, പക്ഷികൾക്കും മൃഗങ്ങൾക്കുമായി മറ്റൊരു മേഖല, ഒരു കുടക്കീഴിലേക്ക് ഇവയെല്ലാം ഒരുക്കി കാഴ്ചയുടെ അനുഭവം സൃഷ്ടിക്കാനുള്ള ഒരുക്കത്തിലാണ് ഫാരിസ്. احنا طبعا اخترنا محصول الزراعه. احنا لنا خبره تقريبا 25 سنه 30 سنه في زراعه الفراوله في مدينه غزه. كنا نصدرها لاوروبا، للاردن، للدول العربيه. طبعا بعد الحرب 7 اكتوبر بعد 4 شهور نزحنا من غزه، من قطاع غزه توجهنا لمصر، ومصر جلسنا 4 شهور وجينا على سلطنه عمان. عملنا دراسه جدوى. വാരാന്ത്യങ്ങളിൽ ഫാം പ്രത്യേകിച്ച് തിരക്കേറിയതായിരിക്കും. സന്ദർശകർ സ്ട്രോബെറി വാങ്ങുക മാത്രമല്ല വിളവെടുപ്പിലും പങ്കാളികളാകുന്നു. മനുഷ്യരും പ്രകൃതിയും തമ്മിലുള്ള ബന്ധം നിർവചിക്കപ്പെടുന്ന കാർഷിക ടൂറിസം പദ്ധതികളിലേക്ക് ഒമാൻ കൂടുതൽ നടന്നെടുക്കുകയാണ്.
ഒമാൻ്റെ കാലാവസ്ഥയും പ്രകൃതിയും അതിന് അത്രമേൽ അനുയോജ്യവുമാണ്.